ഒരു പരിധിയിൽ കൂടുതൽ ആരെങ്കിലുമായി അടുത്താൽ അത് തെറ്റാൻ കാരണമാകും എന്ന് കേട്ടിട്ടുണ്ടോ? ഇതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ? ചില ബന്ധങ്ങളുടെ കേസിൽ ഇത് വളരെ ശരിയാണ്. അതായത് അത്തരത്തിലുള്ളവർ തമ്മിൽ കാണുമ്പോൾ അവരുടെ സംസാരം മുഴുവൻ മറ്റുള്ളവരെ കുറിച്ചായിരിക്കും. അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഇവരുടെ വിലയിരുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ തുടങ്ങി മറ്റുള്ളവരിൽ നിന്നും കേട്ടറിഞ്ഞതും ഇവരുടെ തന്നെ ഊഹാപോഹങ്ങളോ തെറ്റിദ്ധാരണകളോ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. ഇവരിത് ചെയ്യുന്നത് അവരുടെ ഈഗോ സെൽഫിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ മാത്രമായിരിക്കും ഉപകരിക്കുക. അതിനാൽ തന്നെ ഈ ബന്ധം ഒരിക്കലും ദീനീയായ വഴിയിലുള്ള ഒരു ബന്ധമല്ല. ഇവരുടെ ഈ ബന്ധത്തിനെ പുറത്തുനിന്നും നോക്കിക്കാണുന്നവർക്ക് വളരെ സൗഹൃദത്തിലാണ് എന്ന് തോന്നിപ്പിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ തന്നെ പരസ്പരം ഇവർക്കുള്ളിൽ സൂക്ഷിക്കുന്നത് വിദ്വേഷമോ പകയോ അസൂയയോ ആയിരിക്കും. കാരണം ഇവർ പറയുന്നത് ഭൂരിഭാഗവും തിന്മയാണെന്നുള്ളതാണ്. നാം ഓരോ മനുഷ്യരും നമ്മുടെ സൃഷ്ടാവിന്റെ വഴി നടത്തലിലാണ് ഓരോ നിമിഷവും ഉള്ളത്. നമ്മുടെ ആയുസ് തീരും വരെയും നാം നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ വഴികളിൽ നിന്നും ശരിയായതിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള ഓരോ അവസരങ്ങൾ നമ്മുടെ നാഥൻ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പലരും അത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഈ വഴി നടത്തലിലായതിനാൽ ഇത്തരത്തിൽ മറ്റുള്ളവരെ കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവർക്ക് പലപ്പോഴായി അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു കുറ്റബോധം ഉടലെടുക്കുന്നതായി കാണാനാകും. അത് റബ്ബിന്റെ ഇടപെടലായി തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ഇത്തരം ഒരു ബന്ധത്തിൽ നിന്നും വിട്ടുനിൽക്കാനും അതിൽ അവർക്ക് ഖേദിച്ചു മടങ്ങാനും ആവുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം.